നമസ്കാരം. നോമ്പുകാലം അവസാനിക്കാറാകുന്നു. മരുഭൂമിയിൽ താമസിച്ചിരുന്ന 2 സന്യാസിമാരുടെ ഒരു കഥയുണ്ട്. ഇങ്ങനെ 2 പേരുടെയും ക്ഷമയും എളിമയും ഏറെ പ്രസിദ്ധമായിരുന്നു. ഇത് കേട്ടതായ ഒരു പരിശുദ്ധൻ അവരെ പരീക്ഷിക്കുവാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ പരിശുദ്ധൻ അവരുടെ അടുക്കലെത്തുന്നു. ഈ സന്യാസിമാർ അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ആ പരിശുദ്ധൻ അവരോടൊപ്പം അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും ക്രമമായി പങ്കെടുത്തു. ഒരു ദിവസം അവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് ഈ സന്യാസിമാർ നട്ടു വളർത്തിയ ഒരു നല്ല കൃഷിത്തോട്ടമുണ്ടായിരുന്നു. ഈ പരിശുദ്ധൻ അതിലെത്തി തൻ്റെ കയ്യിലിരുന്ന ഒരു വടികൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിളകളും തല്ലി നശിപ്പിച്ചു. എന്നാൽ ആ 2 സന്യാസിമാർ ഇത് കണ്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവരുടെ മുഖത്ത് ദേഷ്യമോ സങ്കടമോ ഒന്നും കണ്ടില്ല. സന്ധ്യ ആയപ്പോൾ അദ്ദേഹം അവരോടൊന്നിച്ച് വീണ്ടും പ്രാർത്ഥനയ്ക്ക് എത്തി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ സന്യാസിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവേ, ആ തോട്ടത്തിൽ ഒരു കാബേജ് നശിക്കാതെ ഇരിപ്പുണ്ട്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് പറിച്ച് പാകം ചെയ്യാം. പെട്ടെന്ന് തന്നെ ഈ പരിശുദ്ധൻ സന്യാസിമാരുടെ കാൽക്കൽ വീണ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ ദൈവാത്മാവുണ്ട്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമുക്കുണ്ടാവുന്ന തിക്ത അനുഭവങ്ങളോടുള്ള പ്രതികരണമാണ് നമ്മുടെ ക്രിസ്തുവിങ്കിലേക്കുള്ള ദൂരത്തിൻ്റെ അകലം എന്ന് പറയുന്നത്. നമസ്കാരം.